തോക്കെടുപ്പിച്ച് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഒരു കൂട്ടം ഭീകരരെ അതിർത്തി കടത്തിവിടുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ വലിയ രീതിയിൽ തിരിച്ചടി നടത്തുമെന്ന ഭയം ഒരു വശത്ത്, തിരിച്ചടി തുടങ്ങിയതിലുള്ള ഭയം മറ്റൊരു വശത്ത്. ഇതിന്റെ കൂടെ സ്വന്തം ജനത തന്നെ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ പാക് ഭരണകൂടത്തിനും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇത് മാത്രമല്ല, പലരും പ്രഗത്ഭരായ പലരും പാകിസ്ഥാനിൽ ക്രിക്കറ്റർമാർ ഉൾപ്പെടെയുള്ളവർ പാക് ഭരണകൂടത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റുകൾ ഇടുകയും ഷഹബാസ് ഷെരീഫിനെ വിമർശിക്കുകയും ചെയ്യുകയാണ്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രതിക്കൂട്ടിലാക്കിയ പോസ്റ്റിന് പിന്നാലെ കൂടുതൽ രൂക്ഷമായ പ്രതികരണവുമായി മുൻ പാകിസ്ഥാൻ താരം ഡാനിഷ് കനേരിയ രംഗത്ത്. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പാക് പ്രധാനമന്ത്രിക്ക് പൂർണ്ണമായ അറിവുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകാത്തതെന്നും കനേരിയ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചവർക്ക് കടുത്ത മറുപടി നൽകി താരം വീണ്ടും രംഗത്തെത്തിയത്. ഇന്ത്യക്കാരേക്കാൾ വലിയ ഇന്ത്യക്കാരനായാണ് കനേരിയയുടെ പ്രതികരണമെന്ന് ചില ആരാധകർ, അതായത് മതവെറി തലയ്ക്ക് പിടിച്ച ചില പാകിസ്ഥാൻ ആരാധകർ തന്നെ കനേരിയയുടെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കയറി കമന്റുകൾ ഇട്ടു. എന്നാൽ ഇതിന് കടുപ്പം ഒട്ടും കുറയ്ക്കാതെ തന്നെ കനേരിയ മറുപടി നൽകി. ഞാനൊരു ഹിന്ദുവാണ്, അതിൽ അഭിമാനിക്കുന്നയാൾ. ഹിന്ദുവെന്ന സ്വത്വം നിലനിൽക്കെ ജനിച്ച രാജ്യത്തിനായി കളിക്കുകയും ചെയ്തു. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഹിന്ദുവാണെങ്കിലും ജനിച്ച രാജ്യത്തോട് കൂറുള്ളവരായിരിക്കുമെന്നും കനേരിയ കുറിച്ചു. പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നെ സ്നേഹിച്ചു, പക്ഷേ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ വിഭജന കാലത്തിന് ശേഷം ഇവിടുത്തെ എൻ്റെ ഹിന്ദുക്കളായ സഹോദരീ സഹോദരന്മാരോട് പെരുമാറിയതുപോലെ തന്നെയാണ് എന്നോടും പെരുമാറിയതെന്ന് കനേരിയ എഴുതി. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ പരാമർശത്തെയും രൂക്ഷമായ ഭാഷയിലാണ് കനേരിയ വിമർശിച്ചത്. ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചതിലൂടെ പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി അപമാനകരമായ പ്രസ്താവന നടത്തുക മാത്രമല്ല ചെയ്തത്, ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാനാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഡാനിഷ് കനേരിയ കുറിച്ചു. നേരത്തെ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി അതിനെ അപലപിക്കാത്തത് എന്ന് കനേരിയ ചോദിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്തുകൊണ്ട് അതിനെ അപലപിക്കാത്തത്? എങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യം ഇത്ര പെട്ടെന്ന് വൻ ജാഗ്രതയിലേക്ക് നീങ്ങിയത്? കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് താങ്കൾക്കും അറിയാമായിരുന്നു. നിങ്ങളാണ് ഭീകരവാദികൾക്ക് താവളമൊരുക്കുന്നതും അവരെ വളർത്തുന്നതും. ലജ്ജാകരം. ഇതായിരുന്നു ഡാനിഷ് കനേരിയ കുറിച്ചത്. ഇന്ത്യ ഇപ്പോൾ പാക് പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനിലെ പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പണം ഉണ്ടാക്കുന്ന ക്രിക്കറ്റർമാരും വ്യവസായികളും അഭിനേതാക്കളും ഗായകരും പാകിസ്ഥാനിലേറെയുണ്ട്. വസീം അക്രമും യൂനസും റമീസ് രാജയും ഷോയിബ് അക്തറുമെല്ലാം ഇന്ത്യൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ക്രിക്കറ്റർമാരാണ്. കമന്റേറ്ററിയിലൂടെ ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കുന്നവർ. ഇനി ഏതായാലും ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഉടനെ ഒന്നും കഴിയില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ ചർച്ചയായ വാക്കാണ് സാർക്ക് വിസ. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ ഇളവ് ഇന്ത്യ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. സാർക്ക് വിസ എക്സംഷൻ സ്കീമിന്റെ ഭാഗമായി ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരന്മാരെ അനുവദിക്കില്ല. ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നേരത്തെ അനുവദിച്ച വിസ റദ്ദാക്കുകയും ചെയ്യും. മെഡിക്കൽ വിസ കൈവശമുള്ളവർക്ക് ഏപ്രിൽ 29 വരെ മാത്രം താമസത്തിന് അനുമതി ഉണ്ടാകും. മറ്റുള്ളവർ ഏപ്രിൽ 27-നകം ഇന്ത്യ വിടണമെന്നും നിർദ്ദേശം. ഇതിനൊപ്പമാണ് സാർക്ക് വിസ ആനുകൂല്യവും വേണ്ടെന്ന് വെച്ചത്. ഈ സാധ്യത ഉപയോഗിച്ചാണ് ക്രിക്കറ്റർമാരടക്കം ഇന്ത്യയിൽ സ്ഥിര യാത്രകൾ സാധ്യമാക്കിയത്. എല്ലാ വിസയും വെട്ടിച്ചുരുക്കിയതോടെ ക്രിക്കറ്റർമാർക്കും ഇന്ത്യയിൽ നിന്നുള്ള അന്നം വഴിമുട്ടി. ഒരു കാലത്ത് അത്യുന്നതങ്ങളിലായിരുന്നു പാക് ക്രിക്കറ്റ്. പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ ഇന്ത്യൻ ടീം വേണ്ടെന്ന് വെച്ചതോടെ തന്നെ പാക് ക്രിക്കറ്റിന്റെ കഷ്ടകാലം തുടങ്ങി. അത് തകർന്നടിയുകയും ചെയ്തു. പാക് ഹോക്കിയും അങ്ങനെയായി. അപ്പോഴേക്കും കമന്ററി പറയാൻ താരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തി. ഇനി അതും നടക്കില്ല.
എന്താണ് സാർക്ക് വിസ എക്സംഷൻ സ്കീം? സാർക്ക് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോഓപ്പറേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. രാജ്യങ്ങളിൽ നിന്നുള്ള 24 വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് അംഗരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിസ ഇളവ് നൽകുന്ന പദ്ധതിയാണിത്. 1988 ഇസ്ലാമാബാദിൽ നടന്ന സാർക്ക് ഉച്ചകോടിയിലാണ് ഈ സ്കീം സംബന്ധിച്ച ആശയം ഉടലെടുത്തത്. സർക്കാർ പ്രമുഖർ, ഹൈക്കോടതി ജഡ്ജിമാർ, എംപിമാർ, പാർലമെന്റേറിയന്മാർ, സംരംഭകർ, മാധ്യമപ്രവർത്തകർ, കായിക താരങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കാണ് ഇതിന് യോഗ്യത. ഇവർക്ക് സാധാരണ വിസ ഇല്ലാതെ തന്നെ സാർക്ക് രാജ്യങ്ങളിൽ സ്വതന്ത്രമായി യാത്ര അനുവദിക്കുന്നതാണ് SVES. സാർക്ക് രാജ്യങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള പദ്ധതി നിലവിൽ വന്നത് 1992 അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ് സാർക്ക് അംഗരാജ്യങ്ങൾ. ഓരോ രാജ്യങ്ങളും അർഹതപ്പെട്ടവർക്ക് പാസ്പോർട്ടിനൊപ്പം SVES സ്റ്റിക്കറുകൾ പതിപ്പിച്ച് നൽകും. ഈ സ്റ്റിക്കറുകളുടെ കാലാവധി 1 വർഷമാണ്. ഈ കാലയളവിൽ സാർക്ക് രാജ്യങ്ങളിലേക്ക് ഇവർക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം. എല്ലാ വർഷവും പുതുക്കിയവർക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.